കൂറുമാറ്റ സാധ്യതകൾ കേരള കോൺഗ്രസ് എം തള്ളുമ്പോഴും ജോസ് കെ മാണി വിഭാഗത്തെ യു.ഡി.എഫിലെത്തിക്കാൻ നീക്കം തുടരുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇരു കേരള കോൺഗ്രസുകളുടെയും ലയന സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ. കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് കത്തോലിക്ക സഭയുടെയും പിന്തുണയുണ്ടെന്നാണ് സൂചന. കടുത്തുരുത്തി സീറ്റിൽ മത്സരിക്കാനൊരുങ്ങുന്ന ജോസ് കെ മാണിക്കായി മോൻ ജോസഫിനെ അനുനയിപ്പിച്ച് എങ്ങനെ വഴിയൊരുക്കുമെന്നതാകും ഈ നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. വിവരങ്ങളുമായി ശ്രീജിത്തും സജിത്തും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, സണ്ണി ജോസഫ് പി.ജെ. ജോസഫുമായിട്ടുള്ള ചർച്ച ജോസ് കെ മാണിയുടെ മുന്നണി വരവുമായി ബന്ധപ്പെട്ടാണെന്നുള്ള സ്ഥിരീകരണമുണ്ടോ? പ്രധാനമായും നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വാർത്ത തന്നെ കടുത്തുരുത്തിലേക്കുള്ള ജോസിന്റെ കൂടുമാറ്റം. സ്വാഭാവികമായിട്ടും മോൻസിനെ കടുത്തുരുത്തിൽ നിന്ന് മാറ്റുന്നത് എങ്ങനെ? അങ്ങനെ ഒരു ലയനം ഉണ്ടാവുകയാണെങ്കിൽ അത് അനുനയിപ്പിക്കാൻ സാധിക്കുമോ? പി.ജെ. ജോസഫ് ഈ വിഷയത്തിനകത്ത് പച്ചക്കൊടി കാണിച്ചാലും മോൻസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അത് കടുത്തുരുത്തി വിട്ടുപോകുക എളുപ്പമുള്ള കാര്യമായിരിക്കുമോ? അതുതന്നെ ആയിരിക്കുമോ ഇങ്ങനെ ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ യു.ഡി.എഫ് നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി? ഈ അഭ്യൂഹങ്ങളെല്ലാം പരിപൂർണമായിട്ട് തള്ളിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും ജോസ് കെ മാണി ഇട്ടിരിക്കുന്നു. അപ്പോഴും ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അണിയറയിൽ എന്നുള്ള സൂചനകളൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാം. ശ്രീജിത്ത്, അല്ലേ? അപർണ, ഇന്നലെ ജോസ് കെ മാണി ഇട്ട ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുന്നണി മാറ്റമില്ല എന്നുള്ളതാണ്. കടുത്തുരുത്തിയിലേക്ക് അദ്ദേഹത്തിന്റെ മാറ്റത്തെക്കുറിച്ച് ന്യൂസ് 18 നൽകിയ വാർത്തയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രതികരണവും അതിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. രണ്ടാമത്തെ വിഷയം, കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ്. അതിന് മധ്യ കേരളത്തിലെ സീറ്റുകൾ പിടിച്ചു നിർത്താൻ അതിന് ജോസ് കെ മാണി വിഭാഗം ഒപ്പമുണ്ടാകണമെന്ന് കോൺഗ്രസ് കരുതുന്നു. ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം നടത്തുന്ന എതിർപ്പുകൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ മാറുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് മാറും എന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ലയനം ഉൾപ്പെടെയുള്ള സാധ്യതകൾ കൂടി പരിശോധിച്ചുകൊണ്ട് ഒരുമിച്ച് വരണം എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇക്കാര്യത്തിൽ പി.ജെ. ജോസഫുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പി.ജെ. ജോസഫിന്റെ പിറന്നാൾ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണത്തിൽ ലയനം ഒരു അടഞ്ഞ അധ്യായമല്ല എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതായത് ലയന സാധ്യത എന്ന കോൺഗ്രസിന്റെ അഭിപ്രായത്തോടെ പി.ജെ. ജോസഫിന് ഒരു പരിധിവരെ അനുകൂലം ആയ നിലപാടാണുള്ളത്. അത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലായിരിക്കും പക്ഷേ ഉണ്ടാകുക. അതായത് മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലായിരിക്കും അത് ഉണ്ടാകുക എന്നത് മാത്രമേ അറിയാനുള്ളൂ. ജോസ് കെ മാണിയെ സംബന്ധിച്ച് പാലായിൽ നിന്ന് കടുത്തുരുത്തിയിലേക്ക് മാറണം എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അത് ഏറെക്കുറെ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ അതായത് അതിന്റെ പ്രധാന പ്രശ്നം കോൺഗ്രസിൽ ഇപ്പോൾ പാലായിൽ നിന്ന് മത്സരിച്ചാൽ മാണി സി കാപ്പന്റെ സീറ്റ് പിടിച്ചു വാങ്ങി വേണം യു.ഡി.എഫിൽ പാലായിൽ മത്സരിക്കാൻ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കാപ്പൻ ഇടതുമുന്നണിയിൽ പോയി നിന്ന് മത്സരിച്ചാൽ അത് കാര്യങ്ങൾ എളുപ്പമാകില്ല. ജനവികാരം തിരിഞ്ഞ ഒരുപക്ഷെ കാപ്പൻ വീണ്ടും നേരത്തെ ആദ്യം കാപ്പൻ ഇടതുമുന്നണിയിൽ നിന്നാണ് ജയിച്ചത്. ആ ഘട്ടത്തിൽ കാപ്പൻ അനുകൂലമായ വികാരം ഉണ്ടായാൽ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മോൻ ജോസഫ് ജോസ് കെ മാണി കരുതുന്നു. അതുകൊണ്ടാണ് ഇപ്പുറത്തെ കടുത്തുരുത്തിയിലേക്കുള്ള ഒരു മുന്നണി മാറ്റം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും കടുത്തുരുത്തി LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും കടുത്തുരുത്തി എന്നൊരു തീരുമാനമാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ, അങ്ങനെ വന്നാൽ UDF-ൽ എത്തി കടുത്തുരുത്തിയിലേക്ക് വന്നാൽ ഭാരതത്തിൽ മോൻസ് ജോസഫിന് സീറ്റ് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും. മോൻസ് ജോസഫ് അങ്ങനെയുണ്ടെങ്കിൽ ഏറ്റുമാനൂരിൽ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് ഈ വിഭാഗത്തിനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മോൻസ് അതിന് തയ്യാറാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുമുന്നണിയും പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തുന്നുണ്ട്. മോൻസ് ജോസഫുമായ പല ഇടതു നേതാക്കളും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഏറ്റുമാനൂരിൽ VN വാസവനുമായി ഏറ്റുമുട്ടാൻ ഇപ്പോൾ കഴിയുന്ന ഒരു സാഹചര്യമല്ല UDF സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത്. അപ്പോൾ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി വന്ന് മത്സരിച്ചാൽ ഫലത്തിൽ മോൻസ് ജോസഫിന് സീറ്റ് നഷ്ടമായാൽ മോൻസ് ജോസഫിനെ ഇടത് പാളയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി നീക്കമായി നടക്കുന്നത്. അപ്പോഴും മറ്റൊന്നുകൂടിയുണ്ട്, പി.ജെ. ജോസഫ് UDF-ലേക്ക് വരണമെന്ന താല്പര്യം കാണിക്കുമ്പോഴും മോൻസ് ജോസഫ് എന്ന എക്കാലവും തൻ്റെ കൂടെ ഒപ്പം നിന്ന ഒരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് മോൻസിനെ മാത്രം ഇടതുമുന്നണിയിലേക്ക് വിടുമോ അതോ പി.ജെ. ജോസഫ് ഗ്രൂപ്പ് ഒന്നാകെ ഇടതുമുന്നണിയിലേക്ക് പോകുമോ, അവിടെയും പിളർപ്പുണ്ടാകുമോ എന്നൊക്കെ ഉള്ളതാണ്. എന്തായാലും സങ്കീർണമാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പാർട്ടി യോഗങ്ങളിലൂടെയും ഒക്കെ പറയുന്നുണ്ട് തങ്ങൾ ഇനി ഇപ്പുറത്തേക്ക്
ഇടതുമുന്നണി വിട്ടുപോകില്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ സാഹചര്യം മാറി വരുമെന്നും ആ ഘട്ടത്തിൽ ഇവർ ഈ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ UDF-നൊപ്പം എത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. സൂചനകൾ, ചരടുവലികൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിലെ പലരുമായും പോലും ആശയവിനിമയം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരം. ശ്രീജിത്ത്, അതായത് എപ്പോഴും ഇതിനകത്ത് മോൻസ് ജോസഫ് എടുക്കുന്ന നിലപാട്, PJ ജോസഫ് സണ്ണി ജോസഫുമായി ചർച്ച നടത്തുമ്പോഴും അവിടെ ഒരു പച്ചക്കൊടി കാണിച്ചാൽ പോലും ഇതിപ്പോൾ ജോസ് കെ മാണിയുടെ ഫൈനൽ തീരുമാനം ഒരു വശം നിൽക്കുകയാണ്. അപ്പോഴും ഈ കടുത്തിരുത്തിയിലേക്ക് ജോസ് വരികയും ജോസ് UDF-ലേക്ക് വരികയും ചെയ്താൽ മോൻസ് ജോസഫ് കാണുകയില്ല കൂടെ എന്നുള്ള ഒരു ബോധ്യം അത് കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി അത് ഏത് തരത്തിലായിരിക്കും കാണുന്നുണ്ടാവുക? അപർണ, ഇക്കാര്യത്തിൽ മോൻസ് ജോസഫും നേരത്തെ തന്നെ പല ചരടുവലികളും നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് വന്ന് മത്സരിക്കണമെന്ന് താൻ അഭിപ്രായപ്പെട്ടിരുന്നതായി ഇന്നലെ സ്റ്റീഫൻ ജോർജ് News 18-ൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതായത് മോൻസ് ജോസഫ് ഏത് നിമിഷവും ജോസ് കെ മാണിയുടെ കടുത്തുരുത്തിയിലേക്കുള്ള വരവിനെ മുന്നിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോൻസ് ജോസഫ് വളരെ മുന്നേ തന്നെ പരമാവധി ജനസമ്പർക്കം ഉൾപ്പെടെ നടത്തി ഇനി ഇടതുമുന്നണിയിലായാലും UDF-ലാണെങ്കിലും കടുത്തുരുത്തിയിൽ നിന്നുകൊണ്ട് ജയിക്കണം എന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് വീടുകൾ, ആരാധനാലയങ്ങൾ, സാമൂഹിക സംഘടനകൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് താഴെ തട്ടിൽ അതിശക്തമായ പ്രവർത്തനം. ഇപ്പോൾ ജോസ് കെ മാണി കുടുംബ യോഗങ്ങളാണ് നടത്തി മുന്നോട്ട് പോകുന്നതെങ്കിൽ താഴെ തട്ടിൽ വ്യക്തിബന്ധങ്ങൾ നടത്തി മോൻസ് ജോസഫ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ജോസ് കെ മാണി എത്തിയാൽ ജോസ് കെ മാണിയേക്കാൾ പരിചിതൻ കടുത്തുരുത്തി മണ്ഡലത്തിൽ ഓരോ വീടുകളുമായി പരിചയമുള്ള ആൾ താനാണ് എന്ന നിലയിൽ അതിനെ മാറ്റി വോട്ടാക്കി വിജയിച്ച് കയറുക എന്നുള്ളത് തന്നെയാണ് മോൻസ് ജോസഫിനെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം ജോസ് കെ മാണി ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിൽക്കുന്നെങ്കിൽ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവരും PJ ജോസഫ് ഉൾപ്പെടെയും നേരത്തെ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായി നിൽക്കുകയും വിജയങ്ങളൊക്കെ നേരിടുകയും ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികൾ എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും അപരിചിതമല്ല. തന്ത്രങ്ങൾ പലതും വരാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കടുത്തുരുത്തിയിൽ വലിയ രാഷ്ട്രീയ പോരിനുള്ള വേദി ഇരുഭാഗത്തു നിന്നും ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും മോൻസ് ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. സയൻസ് സിറ്റി ഉൾപ്പെടെയുള്ള ഉദ്ഘാടന പരിപാടികൾ, വികസന പ്രവർത്തനങ്ങൾ കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് വരികയും അല്ലെങ്കിൽ അതിന്റെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഉയർന്നതുമെല്ലാം ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്.